കെപിസിസി മുൻ പ്രസിഡന്റ് സി.വി. പത്മരാജൻ ഫൗണ്ടേഷൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് UDF ബദൽ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കെപിസിസി മുൻ പ്രസിഡന്റ് സി.വി. പത്മരാജൻ ഫൗണ്ടേഷനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തത്. ഇടതുമുന്നണിയുടെ വീഴ്ചകളെ UDF വിമർശിക്കുമ്പോൾ തന്നെ ബദൽ നിർദ്ദേശവും അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് നല്ല ഡിബേറ്റ് ചെയ്യട്ടെ. പ്രതിപക്ഷവും ഭരണകക്ഷിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിൽ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നല്ല ഡിബേറ്റ്, നല്ല വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ. പക്ഷെ ആ വാദപ്രതിവാദങ്ങൾ അവസാനം അതിനൊരു ഔട്ട്കം ഉണ്ടാകണം, അതിനൊരു പര്യവസാനം ഉണ്ടാകണം. ആ പര്യവസാനത്തിൽ ബെനഫിഷ്യറീസ് ആകേണ്ടത്, ഗുണഭോക്താക്കളായി മാറേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. എല്ലാ ഡിബേറ്റുകളും അവസാനിക്കുന്നത് അങ്ങനെയാണ്, എല്ലാ ചർച്ചകളും അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക്, ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഗൗരവതരമായ ധാരാളം വിഷയങ്ങൾ ഫോക്കസിലെത്തിക്കുക, അത് ഭരണകൂടത്തിൻ്റെയും ബ്യൂറോക്രസിയുടെയും എല്ലാവരുടെയും മുൻപന്തിയിൽ എത്തിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം. രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു സി.വി. പത്മരാജൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിലൂടെ അനുസ്മരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ DCC പ്രസിഡന്റ് പി. രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA, NK പ്രേമചന്ദ്രൻ MP, PC വിശ്വനാഥ് MLA, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി K. ബേബിസൺ, വർക്കിംഗ് പ്രസിഡന്റ് സുധീഷൻ, KPCC ജനറൽ സെക്രട്ടറി MM നസീർ, സൂരജ് രവി, AK ഹഫീസ്, ദ്വാരകാ മോഹൻ, സജി പത്മരാജൻ എന്നിവർ പങ്കെടുത്തു. ഉള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ എത്തിച്ചേരുക എൻ്റെ കടമയാണ്, കർത്തവ്യമാണ്, ഒഴിവാക്കാൻ കഴിയാത്ത എൻ്റെ ഉത്തരവാദിത്തമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ബേബിസൺ വക്കീൽ ഞങ്ങളെല്ലാവരെയും അന്ന് ക്ഷണിച്ചതാണ്. അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് പത്മനാഭ സാർ നമ്മളെ വിട്ടുന്നത്. ആരായിരുന്നു പത്മനാഭ സാർ എന്ന കൊല്ലത്തുള്ള നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, അഭിഭാഷക രംഗത്ത് നിസ്തുലമായ സേവനം നടത്തിയ മഹാനായ നേതാവ് തന്നെയാണ് ശ്രീ പത്മനാഭ സാർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.